ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജനുവരി മാസം 14 മുതൽ 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്യപൂർവമായ ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട സാമ്പത്തിക ഉയർച്ച, അവർ ധനപരമായ അഭിവൃദ്ധി, ഇതെല്ലാം വന്നു ചേരുന്ന 6 രാശിക്കാരെ പറ്റിയാണ്. എന്താണ് ജനുവരി 14 ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് കടക്കുന്ന സമയമാണ് മകരസംക്രാന്തി. ഈ മകരസംക്രാന്തി എന്ന് പറയുന്നത് ജനുവരി മാസം 14 മകരമാസം 1 ആ മകരസംക്രാന്തി സംഭവിക്കുമ്പോൾ ഒരു 6 രാശിക്കാരുടെ ജീവിതത്തിൽ ആ സൂര്യൻ്റെ പ്രഭ, ആ ഒരു വെളിച്ചം ശക്തമായി ലഭിക്കുകയും അവർ ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും അതുമൂലം ഭാഗ്യം, ധനവരവ്, സമ്പൽ സമൃദ്ധി, കർമ്മരംഗത്ത് ഉയർച്ച, ഇതൊക്കെ ലഭിക്കുന്ന രാശിക്കാരാണ് ഈ പറയുന്ന 6 രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും, നിങ്ങളുടെ ജാതകപ്രകാരം സൂര്യൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതും, ആർക്കെങ്കിലും ആദിത്യ ദശ, സൂര്യദശ നടക്കുന്നവരുണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും ഉത്തമമാണ്. പലരും യൂട്യൂബിലുമൊക്കെ വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ആ ജാതകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറയാറുണ്ട്. കാരണം പലരും ഈ രാശിയിലുള്ള ആ ഒരു സഞ്ചാരത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പറയുന്ന ഗുണഫലങ്ങളാണെങ്കിലും ദോഷഫലങ്ങളാണെങ്കിലും അതുപോലെ അനുഭവത്തിൽ ലഭിക്കണമെന്നില്ല. ആ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ കൂടെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് മകരസംക്രാന്തി മുതൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു സ്ഥിതിയാണ് ലഭിക്കുക. ഇതിലാദ്യം മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം മകരസംക്രാന്തി ജനുവരി മാസം 14 മുതൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി, നല്ല ഒരു പുരോഗതി തീർച്ചയായിട്ടും വന്നു ചേരും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ധനാഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ശുഭവാർത്തകൾ കേൾക്കാൻ പറ്റുന്ന സമയം, ശുഭകാര്യങ്ങൾ സംഭവിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് നന്മകളാണ് ഈ ഒരു മകരസംക്രാന്തി നിങ്ങൾ മേടം രാശിക്കാർക്ക് നൽകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ, ആ നന്മകൾ നിറഞ്ഞ രീതിയിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറുക. നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം. കർമ്മത്തിൽ നല്ല പുരോഗതി, നല്ല മാറ്റങ്ങൾ ഒക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയമാണ് മേടം രാശിക്കാർക്ക്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന സമയമാണ്. പലർക്കും കാലാകാലങ്ങളായിട്ടുള്ള സ്വന്തമായ ഭൂമി, ഭവനം എന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് മകരസംക്രാന്തി മുതൽ അനുഭവത്തിൽ വരിക. അതുപോലെ സന്താനങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആശങ്ക, ആകുലത ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന ഒരു കാലവും, സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മേടം രാശിക്കാർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയവുമാണ് ഈ ഒരു മകരസംക്രാന്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നൽകുന്നത്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയവും, കർമ്മരംഗത്ത് നല്ല ഉയർച്ച ലഭിക്കുകയും നല്ല ധനാഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയവുമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മേടം രാശിക്കാരായ നിങ്ങൾ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മകരസംക്രാന്തി
മുതലുള്ള ആ കാലഘട്ടം ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജനുവരി 14 മുതൽ ആ മകരസംക്രാന്തിയുടെ ആരംഭകാലം മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കുന്ന കാലം എന്ന് പറയാം. മംഗളകാര്യങ്ങളെന്ന് പറയുമ്പോൾ അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയം, അതുപോലെ സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം, സ്വന്തമായിട്ട് ഭൂമി, ഗൃഹം നിർമ്മിക്കുക, ഗൃഹപ്രവേശം നടത്തുക തുടങ്ങിയ മംഗളകാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് മകരസംക്രാന്തി നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ട് വളരെ ഉയർച്ച, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും കാലം നിങ്ങൾക്കില്ലാതിരുന്ന ഒരു ധനസമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒരു സേവിങ്സ്, നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്കൊരു സേവിങ്സായിട്ട് മാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അത്രമേൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഭാഗ്യങ്ങൾ എല്ലാം വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ, നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രമോഷൻ, ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ നല്ലൊരു പദവി മാറ്റത്തിനൊക്കെ പ്രതീക്ഷിച്ച് പലതരത്തിൽ അതിനുവേണ്ടി ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ജനുവരി 14 മുതൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കും. പലർക്കും പദവി ഉയർച്ച, പദവി മാറ്റം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മകരസംക്രാന്തി മുതൽ ശക്തമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സുഖാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭം എന്ന് തന്നെ പറയാം. മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച്. മാനസികമായിട്ട് നേരിട്ടിരുന്ന പല പ്രയാസങ്ങളും, മനോവിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷം, സുഖം ലഭിക്കും. അങ്ങനെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക. അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് തന്നെ പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന സമയമാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷം, ഉണർവ് ഈ ഒരു മകരസംക്രാന്തി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആ സൂര്യൻ്റെ ആ വെളിച്ചം, ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു കാലം നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. കുടുംബത്തിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറും. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ നല്ല സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച നിങ്ങൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഇടവം രാശിക്കാരായ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം ആദിത്യൻ്റെ, സൂര്യൻ്റെ ദശ നടക്കുന്നവരുണ്ടോ, സൂര്യൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ നോക്കി ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കി സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ മകരസംക്രാന്തി മുതലുള്ള കാലം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് വരുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. ചിങ്ങ ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപനും. അത്രമേൽ ശുഭനായിട്ടുള്ള ആ സൂര്യൻ്റെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖ ദുരിതങ്ങളെയും വിഷമങ്ങളെയും മാറ്റുന്ന ഒന്നാണ്. മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ എല്ലാം പൂർണ്ണമായി വിട്ടുമാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണെങ്കിൽ അത് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം പൂർണ്ണ സാഫല്യത്തിലെത്തുന്ന കാലഘട്ടമാണ്.
ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ, ജീവിത മുന്നേറ്റങ്ങൾ, ഉയർച്ചകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മകരസംക്രാന്തി മുതൽ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സുഖം, സമാധാനം, സന്തോഷം. ഇതാണ് ഈ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഈ മകരസംക്രാന്തി മുതൽ സൂര്യൻ ഉത്തരായനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും നിങ്ങളെ വിട്ടുമാറുകയും ആ കാർമേഘം മൂടിയിരിക്കുന്ന പോലെയുള്ള അവസ്ഥ വിട്ടുമാറി മനസ്സിന് നല്ല തെളിച്ചം, ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങൾ, മനസ്സന്തോഷം ഇതൊക്കെ ലഭിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ വരിക. അത്രമേൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഉണ്ടാകും. കാര്യവിജയം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യങ്ങൾക്ക് 100% വിജയം ലഭിക്കുക, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഒരു പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഒരു ധനാഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. കർമ്മരംഗത്ത് നേരിടുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലത്ത് നിങ്ങൾക്കത് മാറിക്കിട്ടും. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ, ജോലിയിൽ നേരിടുന്ന തടസ്സങ്ങളോ, പ്രയാസങ്ങളോ, പ്രശ്നങ്ങളോ, വിഷമതകളോ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോയി ആ കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച, നല്ല ധനവരുമാനമൊക്കെ ലഭിക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ട ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ആ ബിസിനസ്സിൽ നേരിട്ടിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ് മുഖാന്തരം നല്ല സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന സമയമാണ്. പൊതുവെ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു നല്ല ഗുണഫലം അനുഭവത്തിൽ നൽകും. ഒരു മനുഷ്യനെ സംബന്ധിച്ചും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളെ സംബന്ധിച്ച് മകരസംക്രാന്തി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ, കഷ്ടതകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങൾ, അത് ശാരീരികമായിട്ട്, ആരോഗ്യപരമായിട്ടാണെങ്കിലും, സാമ്പത്തികപരമായിട്ടാണെങ്കിലും, കുടുംബ ദാമ്പത്യപരമായിട്ടാണെങ്കിലും, ചെയ്യുന്ന ജോലി, കർമ്മം മുഖാന്തരമാണെങ്കിലും ഒക്കെ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. ആ സൂര്യൻ്റെ പ്രഭ, ആ വെളിച്ചം, ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകൾ, നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന ആ ഇരുട്ടിനെ അകറ്റി, അന്ധകാരത്തെ അകറ്റി ആ ഒരു ഈശ്വരാനുഗ്രഹം വെളിച്ചം നൽകുന്ന തരത്തിലാണ്. സമാധാനമായി, സന്തോഷമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം ചിങ്ങം രാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദ്യത്തെ ദശ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയവുമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മകരസംക്രാന്തി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും കാലം ലഭിക്കാതിരുന്ന ഒരു ആദരവ്, ഒരു ബഹുമാനം മറ്റുള്ളവരുടെ ഇടയിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു നല്ല വില ലഭിക്കുന്ന സമയം. ഇത്രയും കാലം നിങ്ങളെ വളരെ മോശപ്പെട്ട രീതിയിൽ കണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു ജനുവരി 14 മകരസംക്രാന്തി സൂര്യൻ ഉത്തരായനത്തിലേക്ക് വരുന്ന സമയം മുതൽ നിങ്ങളെ ബഹുമാനിക്കുന്ന, മാനിക്കുന്ന തരത്തിലായിരിക്കും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാവുക. അതായത് നിങ്ങളുടെ കഴിവുകളെ, ഗുണങ്ങളെ ഒക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാലത്തിൻ്റെ ആരംഭം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ 100% അംഗീകാരവും ആദരവും നൽകുന്ന ഒരു സമയം, ഒരു ബഹുമാനം നൽകുന്ന സമയം. നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന ഒരു കാലവും കൂടിയാണ്. പ്രധാനമായിട്ടും ഈശ്വരാനുഗ്രഹം ഒരു ഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അനുഭവത്തിൽ വരും. സാമ്പത്തികപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വൃശ്ചികം രാശിക്കാരനാണെങ്കിലും, അല്ലെങ്കിൽ വൃശ്ചികം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ
ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും വിഷമങ്ങളും വിട്ടുമാറും. നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറും. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് ഈ ഒരു കാലം അനുഭവത്തിൽ വരിക. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഭാഗ്യാനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അത് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. അങ്ങനെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സാമ്പത്തികമായിട്ട്, പണം സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ്. അതുപോലെ നിങ്ങൾ ഒരു പണം ആർക്കെങ്കിലും കൊടുത്ത് കുറേ കാലമായിട്ട് തിരിച്ച് ലഭിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ച് ലഭിക്കുന്ന സമയമാണ്. പുതിയൊരു ലോണിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് അത് ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുക. അങ്ങനെ കടബാധ്യതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജനുവരി 14 മുതൽ ഭാഗ്യകാലത്തിൻ്റെ ആരംഭം എന്ന് പറയാം. സൂര്യൻ ഉത്തരായനത്തിലേക്ക് വരുന്ന സമയം ധനുരാശിക്കാർക്ക് അത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു സമയം. സാമ്പത്തികപരമായിട്ട് അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടബാധ്യതകളൊക്കെ നിങ്ങളെ വിട്ടുമാറും. ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി ലഭിക്കുക. അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാവുക. മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറി മനസ്സിന് നല്ല തെളിച്ചം ലഭിക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന സമയമാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ച് എത്ര വലിയ കടബാധ്യതകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലവും, കുടുംബാംഗങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ മാറ്റം വന്ന് ആ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന അനുഭവം ലഭിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും വിട്ടുമാറുക. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ നല്ല വില നൽകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളൊരു വ്യക്തിയോടൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പറയുന്ന സമയത്ത് അത് പാലിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരുക. നിങ്ങളുടെ വാക്കിന് അത്രമേൽ വില ലഭിക്കുന്ന ഒരു കാലവുമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും വലിയ മാറ്റം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുക. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ധനുരാശിക്കാർക്ക് സാധിക്കും. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്, ഈശ്വരാനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഭാഗ്യാനുഭവങ്ങൾ പലർക്കും പല തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. ചിലർക്ക് ആ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ മറികടക്കുന്ന തരത്തിൽ ഒരു ധനാഭിവൃദ്ധി, ആ പണം വന്നു ചേരും. മറ്റു ചിലർക്ക് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചൊരു മംഗല്യ ഭാഗ്യം, അനുയോജ്യമായ വിവാഹം നടക്കുക. അതുപോലെ വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക. ഇങ്ങനെ പല തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുക. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുക.
ധനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും സൂര്യൻ്റെ ഭാവവും സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാലം എല്ലാ നന്മകളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സൂര്യൻ ഉത്തരായനത്തിലേക്ക് വരുന്നത്. സൂര്യൻ വരുന്നത് നിങ്ങളുടെ ആ ഒരു ജന്മരാശിയിലേക്കാണ്, മകരത്തിലേക്കാണ് വരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ, സൗഭാഗ്യങ്ങളാണ് ഈ ഒരു സമയം മകരം രാശിക്കാരെ തേടിയെത്തുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്നത്. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഈ ഒരു സമയം നിങ്ങൾ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടതകളും, നഷ്ടങ്ങളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇത്രയും നാൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതിന് നേർ വിപരീതമായ ഓപ്പോസിറ്റ് ഫലം, അത്രയും ശുഭത്വമുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു മകരസംക്രാന്തി മുതൽ അനുഭവത്തിൽ വരിക. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ട് വരും. ആരോഗ്യപരമായിട്ട് ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. പല കേസ് വഴക്കുകളും നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ട് വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും, ദുഃഖ ദുരിതങ്ങളും പൂർണ്ണമായിട്ട് മകരം രാശിയിൽപ്പെട്ട നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഇത്രയും കാലം അനുഭവിച്ചതിന് നേർ വിപരീത ഫലമെന്ന് പറയുമ്പോൾ ഇത്രയും നാളും മകരം രാശിക്കാർ അനുഭവിച്ച ഓരോ കാര്യങ്ങളും അത് നമുക്ക് ഒറ്റ വാക്കിലൊന്നും പറയുവാൻ സാധിക്കില്ല. അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു മകരസംക്രാന്തി മുതൽ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള മാറ്റമുണ്ടാകും. എത്ര വലിയ കടബാധ്യതകളോ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ളൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാകും ഉണ്ടാവുക. നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, അനുകൂലമായിട്ടുള്ള നല്ല മംഗളകരമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം, കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന സമയം. മകരം രാശിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ, ജീവിത വിജയങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അത്രമേൽ വലിയ സാമ്പത്തികമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറുന്ന സമയം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പതുക്കെ പതുക്കെ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ എല്ലാം വന്നു ചേരും. അത് എല്ലാ തരത്തിലും നിങ്ങളെ ബാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കർമ്മസംബന്ധം ചെയ്യുന്ന, ജോലി സംബന്ധമായിട്ട് ഉയർച്ച, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം ലഭിക്കുക, ആഗ്രഹിച്ച നല്ലൊരു അനുയോജ്യമായ വിവാഹം നടക്കുന്ന സമയം, ആഗ്രഹിച്ച ജോലി, വിദേശ ജോലി ഭാഗ്യം, അങ്ങനെ എല്ലാ നന്മകളും മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് സമയം അത്രമേൽ അനുകൂലമാണെന്ന് മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അത്രമേൽ സൗഭാഗ്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മകരസംക്രാന്തി മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.